ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും മാർക്ക സ്ഥാപകനുമായ കാന്തപുരം എം പി അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ച കേവലം ഒരു മതനേതാവും ഭരണാധികാരിയും തമ്മിലുള്ള സന്ദർശനമായി കാണാനാവില്ല. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന ഈ ചർച്ച ഇന്ത്യൻ മുസ്ലിം രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലും വലിയൊരു വഴിത്തിരിവാണ് അടയാളപ്പെടുത്തുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാന്നിധ്യം ഈ കൂടിക്കാഴ്ചയ്ക്ക് നൽകുന്ന ഗൗരവം വളരെ വലുതാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കാന്തപുരം നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിം സമുദായം നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പതിവ് ആശങ്കകൾ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളോ സുരക്ഷാ പ്രശ്നങ്ങളോ ഇല്ല, എല്ലാവരും ഇവിടെ സുരക്ഷിതരാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ BJPക്ക് വലിയൊരു രാഷ്ട്രീയ ആയുധമാണ് നൽകിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ BJP വിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ ആ സമുദായത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗത്തിന്റെ നേതാവ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് വിപ്ലവകരമായ മാറ്റമായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയുടെ വികസനത്തിനായി എല്ലാവരും ജാതിമത ഭേദമന്യേ കൈകോർക്കണമെന്നും സമാധാനവും ഐക്യവുമാണ് ഇപ്പോഴത്തെ ആവശ്യമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നരേന്ദ്രമോദി സർക്കാർ ദീർഘകാലമായി ലക്ഷ്യമിടുന്ന ഒന്നാണ് മുസ്ലിം സമുദായത്തിനുള്ളിലെ തദ്ദേശീയവും മിതവാദിയുമായ ഒരു നേതൃത്വത്തെ വളർത്തിയെടുക്കുക എന്നത്. കാന്തപുരത്തെ ദേശീയ മുസ്ലിം മുഖമായി ഉയർത്തിക്കാട്ടാനുള്ള നീക്കങ്ങൾക്ക് ഈ കൂടിക്കാഴ്ച കരുത്തു പകരുന്നു. വടക്കേ ഇന്ത്യയിലെ പല മുസ്ലിം സംഘടനകളും കേന്ദ്ര സർക്കാരുമായി തുറന്ന പോരിലായിരിക്കെ ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ശക്തമായ സുന്നി വിഭാഗം കേന്ദ്രവുമായി അനുരഞ്ജനത്തിൽ എത്തുന്നത് BJPക്ക് വലിയ നേട്ടമാണ്. പ്രധാനമന്ത്രി തന്റെ എക്സ് ഹാൻഡിലൂടെ ഈ കൂടിക്കാഴ്ചയെ വളരെ മികച്ചതെന്ന് വിശേഷിപ്പിച്ചത് ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. സമുദായത്തിലെ തീവ്രവാദ നിലപാടുകളെ തള്ളിക്കളയുന്ന മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു നേതൃത്വത്തെ ചേർത്ത് പിടിക്കുക വഴി ആഗോള തലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിന് സാധിക്കും. ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും നിർണായകമായ ഘടകം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാന്നിധ്യമായിരുന്നു. സാധാരണഗതിയിൽ രാഷ്ട്രീയ കൂടിക്കാഴ്ചകളിൽ ഡോവൽ പങ്കെടുക്കാറില്ല. എന്നാൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായാണ് അദ്ദേഹം എത്തിയതെന്നാണ് സൂചന. നിമിഷപ്രിയയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും കാന്തപുരത്തിന്റെ സഹായം തേടിയിരുന്നു. യമനിലെ ഗോത്ര തലവന്മാരുമായി കാന്തപുരത്തിനുള്ള സ്വാധീനം നിമിഷപ്രിയയുടെ മോചനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് കേന്ദ്രം കരുതുന്നു. ഇതിന് പകരമായി കേന്ദ്ര സർക്കാർ കാന്തപുരത്തിന് നൽകുന്ന രാഷ്ട്രീയ മാന്യത വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. നിമിഷപ്രിയയുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നത് ഈ നയതന്ത്ര നീക്കത്തിന്റെ വിജയമായി കാണേണ്ടി വരും. കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഈ കൂടിക്കാഴ്ച സാരമായി ബാധിക്കും. പരമ്പരാഗതമായി ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന വിഭാഗമാണ് കാന്തപുരത്തിന്റെ സുന്നി വിഭാഗം. എന്നാൽ അടുത്ത കാലത്തായി ചില വിഷയങ്ങളിൽ ഇവർ പിണക്കത്തിലാണ്. വഖഫ് നിയമങ്ങൾ PSCക്ക് വിടാനുള്ള നീക്കത്തിൽ കാന്തപുരം വിഭാഗത്തിൽ കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. സമുദായവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സാമൂഹ്യ വിഷയങ്ങളിൽ സർക്കാരുമായുള്ള അസ്വാരസ്യങ്ങൾ, ചില വിശ്വാസപരമായ വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകളോട് ഇവർക്ക് അതൃപ്തിയുണ്ട്. ഇടതുപക്ഷവുമായി അകന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ BJP നീട്ടുന്ന സ്നേഹഹസ്തം കാന്തപുരം സ്വീകരിക്കുന്നത് കേരളത്തിലെ വോട്ട് ബാങ്കിനെ ബാധിക്കും. മലബാറിലെ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ഈ വിഭാഗം BJPയുമായി ഒരു വിട്ടുവീഴ്ച നിലപാട് സ്വീകരിച്ചാൽ അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFനും CPM നേതൃത്വം നൽകുന്ന LDFനും കേരളത്തിൽ ഭരണം പിടിക്കുക അല്ലെങ്കിൽ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP നടത്തുന്ന ന്യൂനപക്ഷ പ്രീണന തന്ത്രങ്ങളുടെ ഭാഗമാണിത്. ക്രൈസ്തവ സമുദായവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു മുന്നേറ്റം നടത്താമെന്ന് അമിത്ഷായും മോദിയും കണക്കുകൂട്ടുന്നു. കോഴിക്കോട് മർക്കസ് ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായി മാറും. ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പം സുരക്ഷിതരാണെന്ന് ലോകത്തോട് പറയാൻ മോദിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഇത്. ഈ നീക്കം എല്ലാവരും ഒരുപോലെ സ്വാഗതം ചെയ്യില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കാന്തപുരത്തിന്റെ നിലപാടിനെതിരെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. BJP സർക്കാർ കൊണ്ടുവന്ന CAA, NRC തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ കൂട്ടുകെട്ടിനെ അവർ വിമർശിക്കും. കാന്തപുരത്തിന്റെ അനുയായികൾക്കിടയിൽ തന്നെ ഈ പുതിയ സൗഹൃദം എങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നതും കണ്ടറിയണം. എങ്കിലും പരാതികളല്ല, പുരോഗതിയാണ് പ്രധാനം എന്ന കാന്തപുരത്തിന്റെ നയം സമുദായത്തിലെ യുവതലമുറയെ ആകർഷിച്ചേക്കാം. ജാതിയോ മതമോ നോക്കാതെ മനുഷ്യത്വത്തിനു വേണ്ടി നിലകൊള്ളണമെന്ന ആഹ്വാനം പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകുന്നു. കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാറും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം കേവലം ഒരു രാഷ്ട്രീയ നീക്കമല്ല, മറിച്ച് ഇന്ത്യയുടെ സാമൂഹിക ചുറ്റുപാടിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ഒന്നാണ്. സമാധാനത്തിന്റെ പാതയിലൂടെ സമുദായത്തെ വികസനത്തിലേക്ക് നയിക്കുക എന്ന കാന്തപുരത്തിന്റെ ലക്ഷ്യവും മുസ്ലിം സമുദായത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന BJPയുടെ ലക്ഷ്യവും ഇവിടെ സന്ധിക്കുന്നു. നിമിഷപ്രിയയുടെ മോചനം കൂടി യാഥാർത്ഥ്യമായാൽ ഈ കൂടിക്കാഴ്ചയുടെ തന്ത്രപരമായ വിജയം പൂർണ്ണമാകും. കേരളം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ പുതിയ സഖ്യം എങ്ങനെയുള്ള അലയൊള്ളികൾ സൃഷ്ടിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.